ഓണത്തലേന്നുള്ള ഉത്രാടപ്പാച്ചിൽ എങ്ങനെയോ അതുപോലെയാണ് നഗരത്തിലെ ഒരുക്കങ്ങളുടെ ആരവം. അനന്തപുരി ഇന്ന് ഉണർന്നെണീറ്റപ്പോൾ മുതൽ കാണുന്ന കാഴ്ചകൾ പൊങ്കാലയുടെ മുന്നൊരുക്കങ്ങളാണ്. ആറ്റുകാൽ ക്ഷേത്രമുറ്റത്തും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പൊങ്കാല അടുപ്പുകൾ നിരന്നു കഴിഞ്ഞു. രാവിലെ മുതൽ ക്ഷേത്ര ദർശനത്തിനും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ക്ഷേത്ര പരിസരം മാത്രമല്ല, അതിന്റെ 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള തട്ടകം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പതിനായിരങ്ങൾ പങ്കിട്ടെടുത്തു. തലയ്ക്ക് മുകളിൽ ഉച്ചവെയിൽ കത്തി നിൽക്കുന്നതിന്റെ ക്ഷീണമൊന്നും വകവയ്ക്കാതെയാണ് പൊങ്കാല സമർപ്പണത്തിന്റെ പുണ്യം നുകരാനുള്ള ഈ കാത്തിരിപ്പ്. അമ്മയുടെ പൊങ്കാലയുടെ ഞങ്ങൾ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നെ അമ്മയുടെ അടുത്ത് പൊങ്കാല വന്നിടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ വർഷവും വന്ന് പൊങ്കാലയിടും, മണ്ടയപ്പം ഉണ്ടാക്കും. ഞങ്ങൾ വണ്ടി വിളിച്ചാൽ വന്നേ. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് 4 വർഷം 8 പൊങ്കാലയ്ക്ക് വന്നു. ഭയങ്കര വല്ല തള്ളു നടக்கிறதுக்கு ஒரு சௌகரியம் கிடையாது. வண்டி பிடிச்சி வந்துட்டு எங்களுக்கு அங்கே வந்துட்டு அது வண்டி நடந்து 2 கிலோமீட்டர் நடந்து வந்தோம். நாங்கள் நான் ஆதியோட்டாங்க இங்கே பொங்காலிக்கு வரேன். ஆதியோட்டு வந்தப்போ எனக்கு മനസ്സിലായിடுச்சு ഇനി വരണമോ വരണ്ടാമോന്ന് ഇருக்கு. ഇനി ദേവിയെ பார்த்துட்டு எனக்கு சொல்ல முடியும். പൊങ്കാലയ്ക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇത് അനന്തപുരിയുടെ മഹോത്സവമാക്കി മാറ്റാനുള്ള അവസാനവട്ട ചമഞ്ഞൊരുക്കത്തിലാണ് നഗരവാസികൾ. റെസിഡൻസ് അസോസിയേഷനുകളും ക്ലബ്ബുകളും സന്നദ്ധ സംഘടനകളുമൊക്കെ ഭക്തരെ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു. 9ാം ഉത്സവ ദിവസമായ നാളെ രാവിലെ 10:30 പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള അടുപ്പുവെട്ട് ചടങ്ങ് നടക്കുന്നത്. ഉച്ചകഴിഞ്ഞ് 2:30 പൊങ്കാല നൈവേദ്യം. പൊങ്കാല നിവേദിക്കാൻ 250ഓളം ശാന്തിക്കാരെ നിയമിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പൊങ്കാലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. നിവേദ്യ സമർപ്പണത്തിന്റെ മഹായജ്ഞത്തിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ആറ്റുകാലിലേക്ക് ഭക്തലക്ഷങ്ങളാണ് പ്രവഹിക്കുന്നത്. ആറ്റുകാലിൽ നിന്നും ക്യാമറാമാൻ LR അജിത്തിനൊപ്പം MS സനോജ്, ACV ന്യൂസ്.